എന്റെ അനിയത്തിയെ, ഏട്ടനെയും അച്ഛനെയും എല്ലാം അയാൾ ചതിക്കായിരുന്നു. ഓ, ഇതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യമല്ലേ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ എന്നോട് പറഞ്ഞതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ? അതാണ് ജോത്സരെ ഇവിടെ പ്രശ്നം. നല്ലവനാണെന്നും പാവമാണെന്നൊക്കെ അവൻ എല്ലാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. ഞാനും ഇവളും പറഞ്ഞിട്ട് അവിടെ ആരും വിശ്വസിക്കുന്നില്ല. ധനുഷ് അവളെ വിവാഹം കഴിച്ചാ അവളുടെ ജീവിതം ദുരന്തമായിട്ട് മാറും. ഇപ്പൊ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവര് പിന്നീട് അതോർത്ത് കരയുന്ന കാണാൻ വയ്യാഞ്ഞിട്ടാ ഞങ്ങള് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തടയാൻ നോക്കുന്നത്. അതിനാ ഞങ്ങള് തിരുമേനിയെ കാണാൻ വന്നത്. ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞില്ലല്ലോ. തിരുമേനി, ഞങ്ങൾക്കൊരു സഹായം മാത്രം ചെയ്താൽ മതി. അച്ഛനെയും നന്ദേട്ടനെയും കണ്ട് ഈ വിവാഹം ഇപ്പം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ മതി. ഒരു 2 മാസം കഴിഞ്ഞ് ഈ വിവാഹം നടത്താവൂന്ന് പറഞ്ഞാ തിരുമേനി പറയുന്നതുകൊണ്ട് അച്ഛനും നന്ദേട്ടനും അത് കേൾക്കും. ആ 2 മാസത്തെ സാവകാശം മതി ഞങ്ങൾക്ക് ധനുഷ് ആരാണെന്ന് എല്ലാരെയും ബോധ്യപ്പെടുത്താൻ. അതെങ്ങനെയാ? ഞാൻ തീയതിയും സമയവും ഇതിനോടകം കുറിച്ചു കൊടുത്തു പോയില്ലേ? അത് സാരമില്ല തിരുമേനി. ഒന്നുകൂടി വിശദമായിട്ട് നോക്കിയപ്പോ ചില തടസ്സങ്ങൾ കണ്ടുവെന്നും അതാണിപ്പോ വന്നതെന്നും പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ പറയുന്നത് പോലൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഈ പൊരുത്തവും മുഹൂർത്തവും എന്നൊക്കെ പറഞ്ഞ ഈശ്വരനായിട്ട് കാണിച്ചു തരുന്നതാ. ഈശ്വരനെ മറികടന്ന് ഇല്ലാത്ത ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഞാനും എന്റെ കുടുംബവുമായിരിക്കും. നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ തിരുമേനി? നിങ്ങൾക്ക് നല്ലത് വരാൻ ഞാൻ കള്ളം പറയണോ? ഈശ്വരനെ തള്ളി പറയണോ? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഈശ്വരന്റെ മുന്നില് അയാൾ തെറ്റുകാരനാവണമെന്നില്ല. അതുകൊണ്ട് നല്ല സമയമാകുമ്പോൾ അയാൾക്കൊരു തുണ ഈശ്വരൻ തന്നെ കൊടുക്കും. പറയുന്നത് കൊണ്ട് നിങ്ങൾ മറ്റൊന്നും കരുതരുത്. ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് പലരും വന്ന് എന്നെ കാണാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്ന ഉത്തരമേ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. ഞാൻ പറയുന്നതും കുറിക്കുന്നതും മാറ്റമില്ല. ഈശ്വരനായിട്ട് തീരുമാനിച്ച കാര്യം ഞാൻ കള്ളം പറഞ്ഞ് മാറ്റുകയെന്ന് പറഞ്ഞാൽ അതിലും ഭേദം ഞാൻ ഈ പണി അവസാനിപ്പിക്കുന്നതാ. നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളുടെ വീട്ടുകാർ പോലും വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. പല ആളുകൾക്കും ഭൂതകാലത്ത് പല തെറ്റുകളും സംഭവിച്ചെന്നിരിക്കും. അതൊക്കെ നോക്കിയിരുന്നാൽ ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്ന ഈ ധനുഷ് ചിലപ്പോ ഇപ്പോ നല്ലവനായി കാണും. അതുകൊണ്ടാണല്ലോ അയാൾക്കിപ്പോ ഒരു കുടുംബം വേണമെന്നും കൂട്ടിനൊരു പെൺകുട്ടി വേണമെന്നും ഒക്കെ തോന്നിയത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വിവാഹത്തിനെതിരെ നിൽക്കണ്ട എന്നാണ്. എന്തിനാ വെറുതെ ഈശ്വരകോപം വാങ്ങിവെക്കുന്നത്? ഇതെന്റെ അഭിപ്രായമാണ്, തീരുമാനം നിങ്ങളുടേതും. മറ്റൊന്നും പറയാനില്ലെങ്കിൽ എനിക്കല്പം ധൃതിയുണ്ടായിരുന്നു. 3-4 പേർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്.